കർണാടകയിൽ മുഖ്യമന്ത്രിയായി ഡി.കെ. ശിവകുമാർ അധികാരമേൽക്കുകയാണ്. തിങ്കളാഴ്ച രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഡി.കെ. ശിവകുമാർ അധികാരമേൽക്കുമ്പോൾ കാര്യങ്ങൾ അത്ര സുഗമമല്ല. ഇനിയുള്ള 2 വർഷം മുൾക്കിരീടമണിഞ്ഞ് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കേണ്ട അവസ്ഥയിലൂടെയാണ് ഡി.കെ. ശിവകുമാർ കടന്നുപോകുന്നത്. പ്രതിസന്ധിക്ക് കാരണം സിദ്ധരാമയ്യ നൽകിയ ഒന്നാന്തരം പണിയാണ്. ഡി.കെ. ശിവകുമാറിന് മാത്രമല്ല, രാജ്യത്തെ കോൺഗ്രസിനും, എന്തിനേറെ പറയുന്നു രാഹുൽ ഗാന്ധിക്ക് പോലും ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിച്ചാണ് സിദ്ധരാമയ്യ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. രാജ്യസഭാ സീറ്റ് നൽകി ഭാവി സുരക്ഷിതമാക്കാമെന്ന ഓഫർ സിദ്ധരാമയ്യ സ്വീകരിക്കാതെ ഇരുന്നത് തന്നെ ശിവകുമാർ ചക്രശ്വാസം വലിക്കുന്നത് കാണാൻ വേണ്ടിയാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. സംഭവത്തിലേക്ക് വരാം. രാഷ്ട്രീയമായി ഏറെ നിർണായകമായ ജാതി സെൻസസിന് അനുവാദം കൊടുത്തതിന് ശേഷമാണ് സിദ്ധരാമയ്യ പടിയിറങ്ങിയിരിക്കുന്നത്. ഇത് നടപ്പിലാക്കേണ്ടത് നിയുക്ത മുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറിന്റെ ഉത്തരവാദിത്തമായി മാറിക്കഴിഞ്ഞു. മുന്നാക്ക സമുദായത്തിൽ നിന്നുള്ള അംഗമാണ് ശിവകുമാർ. ഇത് നടപ്പാക്കിയാൽ അത് തന്റെ സമുദായത്തിനെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. ഇനി നടപ്പാക്കിയില്ലെങ്കിൽ പിന്നോക്ക സമുദായത്തെ അവഹേളിക്കുന്നത് പോലെയാവുകയും ചെയ്യും. കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നതാണ് നിലവിലെ കർണാടക സർക്കാരിന്റെ അവസ്ഥ. 2025 നവംബർ മുതൽ തീരുമാനമാകാതെ കെട്ടിക്കിടന്ന പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ സർവേ റിപ്പോർട്ടാണ് സ്ഥാനമൊഴിയുന്നതിന് തൊട്ടു മുമ്പ് സിദ്ധരാമയ്യ അംഗീകരിച്ച് ഒപ്പുവെച്ചിരിക്കുന്നത്. തൊട്ടു പിന്നാലെ വ്യാഴാഴ്ച അദ്ദേഹം തന്റെ രാജിക്കാര്യം മന്ത്രിമാരെ അറിയിക്കുകയും ചെയ്തു. ലിംഗായത്ത്, ഒക്കലിംഗ തുടങ്ങിയ പ്രബല വിഭാഗങ്ങളുടെ എതിർപ്പ് ഭയന്ന് മുൻ സർക്കാരുകൾ ജാതി സെൻസസ് നടപ്പിലാക്കാൻ മടിച്ചിരുന്നു. ഇതേ കാരണം കൊണ്ട് തന്നെയാണ് റിപ്പോർട്ട് നടപ്പിലാക്കാൻ കർണാടകയിലെ കോൺഗ്രസ് സർക്കാരും മടിച്ചു നിന്നത്. അവിടെയാണ് മുഖ്യമന്ത്രി പദവി ഒഴിയേണ്ടി വരുമെന്ന് ഉറപ്പായതോടെ സിദ്ധരാമയ്യ അറ്റകൈ പ്രയോഗം നടത്തിയിരിക്കുന്നത്. ഈ റിപ്പോർട്ട് വഴി ഡി.കെ. ശിവകുമാറിനും രാഹുൽ ഗാന്ധിക്കും മറ്റൊരു പ്രതിസന്ധിയാണ് അദ്ദേഹം സൃഷ്ടിച്ചിരിക്കുന്നത്. വൊക്കലിംഗ വിഭാഗത്തിൽ നിന്നുള്ള പ്രമുഖ നേതാവായ ഡി.കെ. ശിവകുമാറിന് ഈ റിപ്പോർട്ട് നടപ്പിലാക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യുന്നത് വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഇനി കർണാടക തെരഞ്ഞെടുപ്പിന് അവശേഷിക്കുന്നത് വെറും 2 വർഷം മാത്രമാണ്. അധികാര തുടർച്ച ലഭിച്ചാൽ ഒരുപക്ഷെ ഡി.കെ. തന്നെ മുഖ്യമന്ത്രി പദവിയിൽ തുടർന്നേക്കും. ഈ സാഹചര്യം ഒഴിവാക്കാനുള്ള ബ്രഹ്മാസ്ത്രമാണോ സിദ്ധരാമയ്യ പുറത്തെടുത്തതെന്നും കരുതുന്നവരുണ്ട്. നിലവിലെ പ്രബല വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം കുറയ്ക്കുന്നതിന് ഈ ബില്ല് കാരണമാകും. നടപ്പിലാക്കിയാൽ വൊക്കലിംഗ, ലിംഗായത്ത് വിഭാഗങ്ങളെ കോൺഗ്രസിന് പിണക്കേണ്ടി വരും. അതൊരു പക്ഷേ ഭരണ പ്രതിസന്ധിക്ക് പോലും കാരണമാകും. റിപ്പോർട്ട് തള്ളിക്കളഞ്ഞാൽ ദേശീയ തലത്തിൽ കോൺഗ്രസിന് തിരിച്ചടിയാവുകയും ചെയ്യും. ഇത് രാഹുൽ ഗാന്ധി എന്ന നേതാവിന് നൽകുന്ന വെല്ലുവിളി ചെറുതല്ലെന്നും കാണാം. ഇതാണ് തുടക്കത്തിൽ തന്നെ ഡി.കെയ്ക്കും രാഹുലിനുമുള്ള മുട്ടൻ പണിയാണ് സിദ്ധരാമയ്യ നൽകിയതെന്ന് പറയാൻ കാരണം. ദേശീയ തലത്തിൽ ജാതി സെൻസസിനായി ശക്തമായി വാദിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് കർണാടകയിലെ ഈ സാഹചര്യം വലിയ പരീക്ഷണ ഘട്ടമാകും. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് ഇത് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ബി.ജെ.പി. അത് വലിയ രാഷ്ട്രീയ ആയുധമാക്കുകയും ചെയ്യും. പിന്നോക്ക വിഭാഗങ്ങളുടെയും ന്യൂനപക്ഷങ്ങളുടെയും ദളിതരുടെയും കരുത്തനായ നേതാവെന്ന തന്റെ പ്രതിച്ഛായ ഉറപ്പിച്ചാണ് സിദ്ധരാമയ്യ പടിയിറങ്ങുന്നത്. മുഖ്യമന്ത്രി കസേര വിട്ടൊഴിയുമ്പോഴും കർണാടക രാഷ്ട്രീയത്തിലെ തന്റെ സ്വാധീനവും താൻ ഉയർത്തുന്ന അഹിന്ദു രാഷ്ട്രീയവും അവഗണിക്കാനാവില്ലെന്ന സൂചനയാണ് സിദ്ധരാമയ്യ പരോക്ഷമായി മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം സിദ്ധരാമയ്യ രാജിവെക്കുന്നതിൽ പ്രതിഷേധിച്ച് അദ്ദേഹത്തിന്റെ സമുദായമായ കുറുബ ഗൗഡ സമുദായത്തിൽപ്പെട്ടവർ റായ്ചൂരിൽ തെരുവിലിറങ്ങിക്കഴിഞ്ഞു. രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസ് നേതൃത്വത്തിന്റെയും നിലപാടുകൾക്കെതിരെ മുദ്രാവാക്യം വിളിച്ച പ്രതിഷേധക്കാർ രാഹുൽ ഗാന്ധിയുടെ ചിത്രങ്ങൾ കത്തിച്ചാണ് പ്രതിഷേധിച്ചത്. ഇത് കോൺഗ്രസിന് വലിയ ഞെട്ടലുണ്ടാക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിക്ക് മുകളിലാണ് കർണാടകയിൽ തന്റെ സ്ഥാനമെന്ന് പറയാതെ പറയുന്നുണ്ട് സിദ്ധരാമയ്യ എന്ന പൊളിറ്റിക്കൽ കിങ് മേക്കർ.